ഓരോ നിമിഷവും അടുത്തത് എന്തായെന്ന് ത്രില്ലടിപ്പിക്കുന്ന ഒരു ഏലിയൻ സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഭൂമിയിലേക്ക് വരുന്ന ഏലിയൻസ് ഭൂമിക്കുള്ളിൽ ഒരു കോട്ടയുണ്ടാക്കും. ആ കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്ന ലെന എന്ന പെൺകുട്ടിയുടെയും കെയ്ൻ എന്ന ഭർത്താവിൻ്റെയും കഥയാണ് ഈ സിനിമ. അപ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഇവളാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ ലെന. ഏലിയൻസിന്റെ കോട്ടയിലേക്ക് പരീക്ഷണത്തിന് പോയവരിൽ ആദ്യമായാണ് ഒരാൾ ജീവനോടെ മടങ്ങി വരുന്നത്. മറ്റു സയന്റിസ്റ്റുകളെല്ലാം സേഫ്റ്റി വയറൊക്കെ ഇട്ട് ആ ഏലിയൻ കോട്ടയെപ്പറ്റി അവളോട് ചോദിക്കുമ്പോഴും അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ലെനയുടെ വേഷത്തിൽ മടങ്ങി വന്നത് ഏലിയൻ ആണോ എന്ന്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ലെനയുടെ ഫ്ലാഷ് ബാക്കിലേക്കൊന്ന് പോയി നോക്കാം. അമേരിക്കയിലെ ഒരു ഫേമസ് സയന്റിസ്റ്റ് ആയിരുന്നു ലെന. അങ്ങനെ അന്നത്തെ തൻ്റെ ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അവളുടെ ഓഫീസിലെ റോഡ്രി എന്ന പേരുള്ള ഒരു കോഴി അവളുടെ അടുത്തേക്ക് വന്ന് പറയും, നിന്റെ ഹസ്ബൻഡ് പട്ടാളക്കാരൻ അഫ്ഗാനിസ്ഥാനിൽ ഡ്യൂട്ടിക്ക് പോയിട്ട് 1 വർഷമായില്ലേ, ഇന്നൊരു നൈറ്റ് പാർട്ടി ഉണ്ട്, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരാമോ എന്ന്. പഴയതുപോലെ നിന്റെ നൈറ്റ് പാർട്ടിക്കൊന്നും എന്നെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ വീട്ടിലേക്ക് പോകുകയാണെന്നും പറഞ്ഞ് ലെന മടങ്ങിപ്പോകും. തൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ലെനയ്ക്ക് വലിയ ഒറ്റപ്പെടലാണ്. പലപ്പോഴും ഓഫീസിൽ നിന്ന് വന്നാൽ തൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള പഴയ മൊമെൻറ്റ്സൊക്കെ ഓർത്ത് വിഷമിക്കൽ അവൾക്ക് പതിവായിരുന്നു. അങ്ങനെ എന്നത്തെയും പോലെ അന്നും ഹസ്ബൻഡിനെ ഓർത്ത് കരഞ്ഞ ശേഷം വീടെല്ലാം ക്ലീനാക്കാൻ പോകുകയാണ് ലെന. അപ്പോഴാണ് വാതിലിൻ്റെ അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരാ അവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ആർമിയിലേക്ക് പോയ തൻ്റെ ഹസ്ബൻഡ് മടങ്ങി വന്നിരിക്കുന്നു. അവനെ കണ്ട സന്തോഷത്തിൽ ഓടിപ്പോയി അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അങ്ങനെ അതിനുശേഷം അവൾ കെയ്നോട് ചോദിക്കും, കഴിഞ്ഞ 1 വർഷമായി നിന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു, നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാടധികം പേടിച്ചു. എന്തായാലും നീ മടങ്ങി വന്നല്ലോ, എനിക്ക് സന്തോഷമായി. എന്നാൽ അപ്പോഴേക്കും കെയ്ൻ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് കുടിക്കും. അവൾ ആ വെള്ളത്തിൽ നോക്കുമ്പോൾ അതിലെല്ലാം ബ്ലഡ് ആയിരിക്കുന്നു. ഉടനെ തന്നെ അവൾ ആംബുലൻസിൽ കെയ്നെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ്. അപ്പോഴേക്കും അവൻ്റെ ആരോഗ്യനില വളരെയധികം വഷളായിരുന്നു. എന്നാൽ ഇതേ സമയം ആംബുലൻസിനെ ചുറ്റി അമേരിക്കൻ ആർമി അങ്ങോട്ടേക്ക് വരും. ആംബുലൻസിൽ നിന്ന് കെയ്നെയും അവളെയും പുറത്തെടുത്ത് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവൾക്കവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അവളെ അവിടെ നിന്ന് കൊണ്ടുപോയത് അമേരിക്കയിലെ ഹൈ സെക്യൂരിറ്റി ഉള്ള ഏരിയ എക്സിലേക്കാണ്. തൻ്റെ ഹസ്ബൻഡിന് എന്ത് പറ്റിയെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവളെ കാണാനായി വെറ്ററസ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് വരുന്നത്. നീ പേടിക്കേണ്ട, നിന്റെ ഹസ്ബൻഡിന് ഞങ്ങൾ വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ ഹസ്ബൻഡ് കഴിഞ്ഞ 1 വർഷമായി അഫ്ഗാനിസ്ഥാനിൽ യുദ്ധത്തിന് പോയതല്ല, ഞങ്ങൾ അവനെ ആ ഏലിയൻ കോട്ടയ്ക്കുള്ളിൽ പരീക്ഷണത്തിനായി പറഞ്ഞയച്ചതാണ്. പക്ഷേ അവിടെ പരീക്ഷണത്തിന് പോയ എല്ലാവരും മരിച്ചു. അവൻ മാത്രം എങ്ങനെ തിരികെ വന്നെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് പറഞ്ഞ ശേഷം വെറ്ററസ് ലെനയും കൂട്ടിക്കൊണ്ട് ആ ഏലിയൻ കോട്ട കാണാനായി കൊണ്ടുപോകും. ബുക്കുകളിൽ വായിച്ചിട്ടുള്ളതല്ലാതെ ആദ്യമായാണ് ലെന അത് കാണുന്നത്. അവിടെ പരീക്ഷണത്തിന് പോയവർ ആരും തന്നെ തിരികെ വന്നിട്ടില്ല എന്നും ലെനയ്ക്ക് അറിയാമായിരുന്നു. ഭൂമിക്കുള്ളിൽ തന്നെ മറ്റൊരു വിചിത്രമായൊരു ഭൂമി ഉണ്ടായിരിക്കുകയാണ് ഏലിയൻസ്. എന്നിട്ട് വെറ്ററസ് അവളോട് പറയും, നീ ഇത് കണ്ടോ, ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വലുതായി വലുതായി ഏറ്റവും അവസാനം ഏലിയൻസ് ഈ ഭൂമി തന്നെ വിഴുങ്ങും. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന ശേഷം ലെന ആ ഏലിയൻ കോട്ടയെ കുറച്ചു നേരം നോക്കി നിൽക്കും. എന്നിട്ട് അവൾ വെറ്ററസിനോട് ചോദിക്കും, എൻ്റെ ഹസ്ബൻഡ് എവിടെ, എനിക്ക് അവനെ കാണണമെന്ന് പറയും. വെറ്ററസ് അങ്ങനെ ലെനയും കൂട്ടി അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. കെയ്ൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെയധികം ക്രിട്ടിക്കലാണ്. വെറ്ററസ് ലെനയോട് പറയും, സത്യം നിന്നോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ, നിന്റെ ഹസ്ബൻഡ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറയും. സങ്കടം സഹിക്കാൻ വയ്യാത്ത ലെന താൻ ഹസ്ബൻഡ് മുമ്പ് ചിലവഴിച്ച ഹാപ്പി മൊമെൻറ്റ്സ് ഓർക്കും. സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചതെങ്കിലും കെയ്ൻ ആർമിയിലായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഒരുമിച്ച് ചിലവഴിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അതെല്ലാം വളരെ ഹാപ്പി മൊമെൻറ്റ്സുമായിരുന്നു. പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന ലെനയുടെ അടുത്തേക്ക് അനയ എന്ന പേരുള്ള പെൺകുട്ടി വന്നിട്ട് പറയും, എന്തിനാ നീ ഇവിടെ വിഷമിച്ച് നിൽക്കുന്നത്, ഞങ്ങളോടൊപ്പം വന്ന് കുടിക്കുക എന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവർ പറയും, ഇവിടുത്തെ സയൻറ്റിസ്റ്റ് ഞങ്ങളെ ഏലിയൻ കോട്ടയുടെ ഉള്ളിലേക്ക് പോകാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ നമ്മളൊരു ഗ്രൂപ്പായി ഏലിയൻ കോട്ടയുടെ ഉള്ളിലേക്ക് പോകും. ലെനയുടെ മനസ്സിൽ അപ്പോഴും തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അതിനുശേഷം ആരും കാണാതെ സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിച്ച് അവൾ തൻ്റെ ഹസ്ബൻഡുള്ള റൂമിലേക്ക് വരും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ തൻ്റെ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ടാകുള്ളൂ എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് വലിയ വിഷമമാകും. എന്നിട്ട് അവൾ നേരെ വെറ്ററസിൻ്റെ അടുത്ത് വന്ന് പറയും, എന്തിനായിരിക്കും മാഡം എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ഹസ്ബൻഡ് ഇത്രയും ഡേഞ്ചറസ് ആയൊരു മിഷന് വന്നത്, അതവൻ എന്നോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു എന്ന് പറയും. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം ആ ഏലിയൻ കോട്ടയിലേക്ക് പോകാൻ വരാൻ റെഡിയാണെന്ന് പറയും. ഫ്ലാഷ് ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും പ്രസൻറ്റിലേക്ക് വന്നാൽ ലെന അവരോട് പറയും, എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത് കൺമുമ്പിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ മിഷന് തയ്യാറായതെന്ന് പറയും. എന്നിട്ട് അവൾ വീണ്ടും അവളുടെ കഥ പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ഗ്യാങ്ങിനോടൊപ്പം ലെന ആ ഏലിയൻ കോട്ടയുടെ അടുത്തേക്ക് പോകുകയാണ്. അമേരിക്കൻ സൈന്യം ഫുള്ള് അകമ്പടിയായി അവിടെ വന്ന് നിൽക്കും. ഇനി ഒരിക്കലും അവർക്കാർക്കും തങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന് പോലും അറിയാത്ത ജീവൻ പണയം വെച്ചുള്ളൊരു പരീക്ഷണമായിരുന്നു അത്. അങ്ങനെ അവരെല്ലാവരും ഏലിയൻ കോട്ടയ്ക്കുള്ളിലേക്ക് കയറും. ഇതിനുള്ളിൽ കയറിയ ലെന കുറച്ച് നാളുകൾക്ക് മുമ്പ് തൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം സ്വപ്നം കാണുകയാണ്. തൻ്റെ ഹസ്ബൻഡ് ഇല്ലാതിരുന്ന സമയത്ത് തൻ്റെ കൊളീഗ് റോഡ്രിയുമായി സെക്സ് ചെയ്യുന്ന സ്വപ്നം കണ്ടാണ് അവൾ ഞെട്ടി ഉണരുന്നത്. എന്നിട്ട് അവൾ ആ ടെൻറ്റിന് പുറത്തേക്ക് വരും.
പുറത്ത് വന്ന് അവൾ ആ ഏലിയൻ കോട്ട ചുറ്റും നോക്കുമ്പോൾ വളരെ മനോഹരവും വിചിത്രവുമാണ് ആ ഏലിയൻ കോട്ട. ഡോക്ടർ വെറ്ററസ് അപ്പോൾ പറയും, നമുക്ക് ഉടനെ തന്നെ കടലിൻ്റെ അടുത്തേക്ക് പോകണം, അധികം സമയമില്ല എന്ന്. അങ്ങനെ ദിശ നോക്കാനായി അവർ കോമ്പസ് എടുക്കുമ്പോൾ കോമ്പസും അവിടെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ കോട്ട വളരെയധികം വിചിത്രമായതുകൊണ്ട് തന്നെ അവിടെ അവരുടെ പല എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യില്ല എന്ന് അവർക്ക് മനസ്സിലാകും. എൻ്റെ ക്യാപ്റ്റനായ വെറ്ററസ് നമുക്ക് എന്തായാലും ഈ ഡയറക്ഷനിൽ പോകാമെന്നും കരുതി അവരെ എല്ലാവരെയും ആ ഡയറക്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ കുറച്ചധികം ദൂരം ചെല്ലുമ്പോൾ അവിടെ അരുവിയുടെ അടുത്ത് ചെറിയൊരു ഫാം ഹൗസ് കാണും. അവിടെ അവർ റെസ്റ്റ് ചെയ്യാനായിരിക്കും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മനോഹരങ്ങളായ പൂക്കളെ ലെന പരിശോധിച്ച ശേഷം പറയും, ഇതെല്ലാം വ്യത്യസ്ത സ്പീഷ്യസിലുള്ള പൂക്കളാണ്, പക്ഷേ ഒരു പ്ലാന്റിലാണ് ഇവയെല്ലാം മുളച്ചിരിക്കുന്നത്, അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല എന്ന്. ഇത് വളരെ അത്ഭുതമായ കാര്യമാണെന്ന് പറയുമ്പോഴേക്കും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടെസ് എന്ന പേരുള്ള പെണ്ണിനെ എന്തോ ഒന്ന് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ അവരെല്ലാവരും കൂടി ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അവളെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. എന്നാൽ ടെസ് അവരോട് പറയും, ആ വെള്ളത്തിനുള്ളിൽ എന്തോ ഒരു സാധനമുണ്ട്, അതാണ് എന്നെ പിടിച്ചു കൊണ്ടുപോയതെന്ന്. എന്നാൽ പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് ഒരു മുതല ചാടി ഇറങ്ങും. ആ മുതല അവരെ അറ്റാക്ക് ചെയ്യാനായി വരും. എന്നാൽ കൂടെയുള്ള എല്ലാവരും പേടിച്ച് നിൽക്കുമെങ്കിലും ലെന ഒരു പേടിയുമില്ലാതെ അതിന് നേരെ നിറയൊഴിക്കും. അങ്ങനെ തനിക്ക് നേരെ വന്ന ആ മുതലയെ ഒരു പേടിയുമില്ലാതെ ലെന വെടിവെച്ച് കൊന്ന ശേഷം അതിൻ്റെ പല്ലുകൾ പരിശോധിക്കും. എന്നാൽ സാധാരണ മുതലയെ പോലെ അല്ലായിരുന്നു, അതിൻ്റെ പല്ലുകൾ തീരെ ചെറുതായിരുന്നു. അവിടെയുള്ള ജീവികളെല്ലാം തന്നെ വളരെയധികം വ്യത്യസ്തമായിരുന്നു. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പ്രസൻറ്റിലോട്ട് വന്നാൽ ലെന സയൻറ്റിസ്റ്റിനോട് പറയും, ഏലിയൻ കോട്ടയിലുള്ള എല്ലാ ജീവികൾക്കും ഇവിടെയുള്ള ജീവികളെ പോലെയല്ല, എല്ലാം മ്യൂട്ടേഷൻ സംഭവിച്ചതാണെന്ന് പറയും. എന്നിട്ട് വീണ്ടും അവൾ കഥ പറയാൻ തുടങ്ങും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 2 വള്ളത്തിലായി അവർ വീണ്ടും യാത്ര തുടങ്ങും. അങ്ങനെ പോകുന്ന വഴിക്ക് ലെനയുടെ വള്ളത്തിലുണ്ടായിരുന്ന ജോസി എന്ന പെണ്ണ് ചോദിക്കും, നീ നന്നായി ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചതെന്ന്. എന്നാൽ ലെന പറയും, ഞാൻ സയൻറ്റിസ്റ്റ് ആവുന്നതിന് മുൻപ് ആർമിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്, അങ്ങനെയാണ് എൻ്റെ വിവാഹം കഴിയുന്നതെന്നും പറയും. അങ്ങനെ വള്ളം തുഴഞ്ഞ് അവർ വീണ്ടും ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തും. ഇന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാമെന്നും പറഞ്ഞ് അവരവിടെ ക്യാമ്പടിക്കാനായി ചെല്ലുകയാണ്. എന്നാൽ അവിടെയും വളരെ വിചിത്രമായ ചെടികളും രൂപങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയ പേടിയോടുകൂടി തന്നെയാണ് അവർ എല്ലാവരും ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് ചെന്നത്. ഇവിടെ എത്തുമ്പോൾ ഇതിനു മുൻപ് ഏലിയൻ കോട്ട എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആളുകളുടെ സാധനങ്ങളും അവരുടെ പേരും ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലെനയുടെ ഭർത്താവിൻ്റെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ വെറ്ററസിനെ ഒഴിച്ച് ലെനയുടെ ഹസ്ബൻഡാണ് കെയ്ൻ എന്ന് മറ്റാർക്കും തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ അപ്പോഴാണ് ടേബിളിന് മുകളിൽ ഒരു മെമ്മറി കാർഡ് ഇരിക്കുന്നത് കാണുന്നത്. അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറയിൽ ആ മെമ്മറി കാർഡ് പ്ലേ ചെയ്യാനായി ഒരുങ്ങുകയാണ്. ഏലിയൻ കോട്ടയിലേക്ക് അവർക്ക് മുൻപ് അവിടെ വന്ന ആളുകളുടെ വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയ്ക്കുള്ളിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ്റെ വയറിനുള്ളിൽ മറ്റൊരു ജീവി ജീവിക്കുന്നത് അവൻ്റെ വയറ് പിളർന്ന് വീഡിയോയിലാക്കി പുറംലോകത്തെ കാണിക്കുകയായിരുന്നു. അവൻ്റെ വയറ് മുറിക്കുമ്പോൾ പോലും അവന് വേദന അനുഭവപ്പെട്ടില്ല. എന്നാൽ ഈ വീഡിയോ കാണുമ്പോൾ അവരെല്ലാവരും പേടിക്കും. ഇതെല്ലാം ചിലപ്പോൾ വീഡിയോ ട്രിക്കാണെന്ന് അവരിൽ പലരും പറയും. ഏലിയൻ കോട്ടയുടെ ഉള്ളിലേക്ക് വരുന്ന ആളുകളുടെ എല്ലാവരുടെയും DNA മാറി അവർ മറ്റൊരു രൂപത്തിലേക്ക് മാറുമെന്നതിൻ്റെ തെളിവായിരുന്നു ആ വീഡിയോ. എന്നാൽ ആ വയ്യാതായവൻ്റെ വയറ് മുറിച്ച് വീഡിയോയിലാക്കിയത് തൻ്റെ ഹസ്ബൻഡാണെന്ന് ലെനയ്ക്കും വെറ്ററസിന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എന്നിട്ട് അവർ ആ ബിൽഡിങ്ങിൻ്റെ താഴേക്ക് വരുമ്പോഴാണ് ആ വയറിൽ മറ്റൊരു ജീവി വളരുകയായിരുന്ന അവൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നും എന്തോ ചെടികൾ പോലെയൊക്കെ ഒരു സാധനം വളർന്നു നിൽക്കുന്നത് അവിടെ കാണുന്നത്. ഇതുകൂടി കാണുമ്പോൾ അവരെല്ലാവരും പേടിച്ച് ഭയന്നു പോകും. ലെന അതിൻ്റെ DNAകൾ ശേഖരിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെതാണെന്ന് അവൾക്ക് മനസ്സിലാകും. അങ്ങനെ അന്ന് രാത്രി അവർ അവിടെ കിടന്നുറങ്ങുമ്പോൾ ലെന വീണ്ടും തൻ്റെ ഹസ്ബൻഡിനോടൊപ്പം ഉണ്ടായിരുന്ന മൊമെൻറ്റ്സ് സ്വപ്നം കാണും. എന്നാൽ അന്ന് രാവിലെ കെയ്ൻ യൂണിഫോമൊക്കെ ഇട്ട് ലെനയുടെ അടുത്ത് വന്ന് പറയും, എനിക്ക് അടുത്ത മിഷന് പോകാൻ സമയമായി, ഞാൻ ഇപ്പോൾ തന്നെ പോകുമെന്ന്. പക്ഷേ അന്ന് ആ മിഷന് പോകുന്നതിന് മുൻപ് പതിവിൽ നിന്ന് വിപരീതമായി അവൻ എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ ലെനയ്ക്ക് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ആ സ്വപ്നം കണ്ട് ഞെട്ടിക്കൊണ്ടിരുന്ന ലെന ഉറക്കം കിട്ടാതെ താൻ അവിടെ നിന്ന് എടുത്ത ജീവികളുടെ DNA എല്ലാം നോക്കുമ്പോൾ എല്ലാ DNAയും ചേഞ്ച് ആവുകയാണ്. ഏലിയൻ കോട്ടയുടെ ഉള്ളിൽ വരുന്ന എല്ലാ മനുഷ്യരുടെയും DNA ചേഞ്ചായി മറ്റൊരു രൂപത്തിലാകും എന്ന് അവൾക്ക് മനസ്സിലാകും. എന്നാൽ ഇത് കണ്ട് ടെൻഷനായിരിക്കുന്ന ലെനയോട് ശശി ചോദിക്കും, സമയം ഇത്രയുമായിട്ട് നീ എന്താ ഉറങ്ങാത്തത്? കൂടുതലൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ പറയും. എന്നാൽ ലെന പറയും, എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ എന്തായാലും ഗാർഡ് നിൽക്കാൻ പോകുകയാണ് എന്ന്. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവർ ടേൺ അനുസരിച്ച് ഒരാൾ തോക്കുമായി ഗാർഡ് നിൽക്കുകയായിരുന്നു അവരുടെ പണി. എങ്ങനെ ആ സമയം ഗാർഡ് നിൽക്കുകയായിരുന്ന വെറ്ററസിൻ്റെ അടുത്തേക്ക് ചെല്ലും. വെറ്ററസ് അവളോട് ചോദിക്കും, നീ എന്താ ബാക്കിയുള്ളവരോട് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് നിന്റെ ഹസ്ബൻഡ് കെയ്ൻ ആണെന്ന് പറയാത്തതെന്ന്, എന്തിനാ അവരെയും കൂടി അതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് എന്തോ ഒരു ജീവി വരും. അതിൻ്റെ ശബ്ദം മാത്രമേ ആദ്യം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ കൊണ്ട് അവർ ചുറ്റും നോക്കുമെങ്കിലും ഒന്നിനെയും കാണില്ല. ഈ ശബ്ദം കേട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന മറ്റുള്ളവരും അങ്ങോട്ടേക്ക് വരും. എന്നാൽ ആ ജീവി പെട്ടെന്ന് സേസിയെ അവിടെ നിന്ന് വലിച്ചെഴിച്ചു കൊണ്ടുപോകും. സേസിയെ രക്ഷിക്കാൻ നോക്കുന്നതിന് മുൻപ് ആ ജീവി അവളെയും കൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. തങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ മരിച്ചതുകൊണ്ട് തന്നെ ഇനി ഇത് തുടരണോ, നമുക്ക് തിരികെ പോകണമെന്ന് അവർക്കിടയിൽ സംശയമാകും. എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, നിങ്ങൾ ആരുമില്ലെങ്കിലും ഞാൻ ഈ മിഷൻ കംപ്ലീറ്റ് ആക്കുമെന്നും പറഞ്ഞ് വെറ്ററസ് വേഗം എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോകും.
എന്നാൽ അന്യ വന്ന് ലെനയോട് പറയും നമുക്ക് അവളോടൊപ്പം പോകണ്ട, നമുക്ക് ഈ മിഷൻ ഉപേക്ഷിച്ച് തിരികെ പോകാമെന്ന്. എന്നാൽ ലെന അവരെ കൺവിൻസ് ചെയ്യും. നമ്മൾ ഇപ്പോൾ തന്നെ 6 കിലോമീറ്റർ ഫ്രണ്ടിൽ വന്നു, ഇനി 2 കിലോമീറ്റർ കൂടി വന്നാൽ ഇതിൻ്റെ എൻഡാകും, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യും. എന്നാൽ ഇത്രയും കഥ കേട്ട ശേഷം ആ സയൻറ്റിസ്റ്റ് ലെനയോട് ചോദിക്കും, നിനക്കറിയാമായിരുന്നല്ലോ വെറ്ററസിന് ക്യാൻസർ ആണെന്ന്. ലെന പറയും, എനിക്കറിയാമായിരുന്നു വെറ്ററസിന് ക്യാൻസർ ആണെന്ന്, പക്ഷേ എനിക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങിയതെന്ന് പറയും. എന്നിട്ട് അവൾ വീണ്ടും കഥ പറയാൻ തുടങ്ങും. ലെന അവരെയും കൂട്ടി വെറ്ററസിനോടൊപ്പം കാട്ടിലൂടെ പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കാണാതായ സേസിയുടെ ഷൂ അവിടെ കിടക്കുന്നത് കാണുന്നത്. ബാക്കിയുള്ളവരോടെല്ലാം അവിടെ നിൽക്കാൻ പറഞ്ഞ ശേഷം ലെന തൻ്റെ ഗണ്ണും എടുത്ത് കാട്ടിനുള്ളിലേക്ക് കയറി ചെല്ലും. അങ്ങനെ കുറച്ചധികം ദൂരം ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കും. അവൾ ഉടനെ തന്നെ തൻ്റെ ഗണ്ണെടുക്കും. എന്നാൽ അപ്പോഴാണ് കുറച്ച് ദൂരെ കുറച്ച് ശവശരീരങ്ങൾ കിടക്കുന്നത് കാണുന്നത്. അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവളുടെ കൂട്ടുകാരിയായ സേസിയുടെയും ബോഡി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നെ ഉടനെ തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് മറ്റുള്ളവരുടെ അടുത്ത് വന്ന് പറയും, നമുക്ക് ഇവിടെ നിന്ന് ഉടനെ തന്നെ പോകണം, അവളെ ആ ജീവി കൊന്നുകളഞ്ഞു എന്ന് പറയും. അവിടെ നിന്ന് കുറേ ദൂരം നടന്ന് അവരൊരു സ്ഥലത്തെത്തുമ്പോഴാണ് മനുഷ്യൻ്റെ രൂപത്തിൽ കുറേ അധികം ചെടികൾ നിൽക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു ഉത്കണ്ഠ തോന്നും. ലെന ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് അത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനുഷ്യൻ്റെ DNA ആ ചെടിക്കുള്ളതെന്ന്. ലെന അവരോട് പറയും, ഒരു പക്ഷേ ഇവിടെ വന്ന മനുഷ്യന്മാരുടെ എല്ലാം DNA ഇവിടുത്തെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാകും, അതുകൊണ്ടായിരിക്കാം ഇവിടെയുള്ള എല്ലാ ജീവികളുടെയും DNA മാറുന്നതെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി ആ ബിൽഡിങ്ങിനുള്ളിൽ റെസ്റ്റ് ചെയ്യാമെന്ന് അവർ പറയും. എന്നാൽ അന്യയ്ക്ക് അതേസമയം തൻ്റെ വയറ്റിനുള്ളിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നതായി തോന്നും. എന്നാൽ ഏലിയൻ കോട്ടയുടെ പവർ കൊണ്ട് അവളുടെ മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ. എന്നാൽ അന്ന് രാത്രി ആരും കാണാതെ ലെന തൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തൻ്റെയും DNA ചേഞ്ച് ആവുന്നുവെന്ന് അവൾക്ക് മനസ്സിലാകും. എന്നാൽ അപ്പോൾ അവളുടെ മനസ്സിലേക്ക് വരുന്നത് പഴയ ഒരു കാര്യമാണ്. അവളും അവളുടെ കൊളീഗുമായ റോഡ്രിയും തമ്മിൽ സെക്സ് ചെയ്യുന്നത്. എന്നാൽ സെക്സ് ചെയ്ത ശേഷം അവൾ റോഡ്രിയോട് പറയും, നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, നീ നിൻ്റെ വൈഫിനെയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയുമാണ് ചതിക്കുന്നത്. മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിന് ഇതൊക്കെ മനസ്സിലായെന്നാണ് തോന്നുന്നത്, അവൻ്റെ പെരുമാറ്റങ്ങളിൽ ചില വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് പറയും. എന്നാൽ അത് ഓർത്തിരിക്കുന്ന ലെനയെ മനസ്സിൻ്റെ കൺട്രോൾ പോയ അന്യ തൻ്റെ തോക്കെടുത്ത് അവളെ അടിച്ച് തറയിലേക്ക് വീഴ്ത്തിയിടും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും ഒരു ചെയറിൽ കെട്ടിയിടും. ലെനയുടെ ഹസ്ബൻഡാണ് കെയ്ൻ എന്ന് അപ്പോഴേക്കും അന്യ മനസ്സിലാക്കിയിരുന്നു. നീ ഇത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് നിനക്കെന്തോ ഗൂഢലക്ഷ്യമുള്ളത് കൊണ്ടാണ്, നീ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് പറയും. എന്നാൽ ഇതേ സമയം അപ്പോഴേക്കും ഒരു കരടി അങ്ങോട്ടേക്ക് കയറി വരും. എന്നാൽ ആ കരടി അന്യയെ അവരുടെ മുന്നിൽ വെച്ച് കടിച്ചു കൊല്ലും. എന്നിട്ട് ആ കരടി ലെനയെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോഴേക്കും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ജെസ്സി ആ കരടിയെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലും. അതിനുശേഷം വെറ്ററസ് പറയും, നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ തന്നെ മൈൻഡിൻ്റെ കൺട്രോൾ പോയി നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞ് വേഗം എടുത്ത് പോകും. വെറ്ററസ് പോയ ശേഷം അവരുടെ ഗ്രൂപ്പിൽ ബാക്കിയുണ്ടായിരുന്നത് ലെനയും ജെസ്സിയുമാണ്. അവർ രണ്ടുപേരും പരസ്പരം ഇരുന്ന് സംസാരിക്കുമ്പോൾ ജെസ്സി പറയും, ഇവിടെ എന്തൊക്കെയോ വ്യത്യസ്തമായാണ് നടക്കുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ജെസ്സിയുടെ ദേഹത്തു നിന്നും ഇലയും പൂവൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അവൾ ഒരു ജീവിക്കുന്ന ചെടിയായി മാറി പോകാനായി തുടങ്ങുകയാണ്. ജെസ്സി നീ അവിടെ നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും അവൾ കാടിനുള്ളിലേക്ക് ഓടിക്കയറും. അവളും ഒരു ചെടിയായി മാറിയിരുന്നു അപ്പോഴേക്കും. ഇത്രയും കഥ കേട്ട ശേഷം ആ സയൻറ്റിസ്റ്റ് ലെനയോട് ചോദിക്കും, അവിടെ എന്തൊക്കെയാണ് നടന്നത്, എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന്. എന്നാൽ ലെന പറയും, ഭൂമിയിലേക്ക് വന്ന ഏലിയൻസ് ഒരിക്കലും ഭൂമിയിലെ ആളുകളെ കൊല്ലാനല്ല നോക്കിയത്, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനാണ് അവർ ശ്രമിച്ചതെന്ന് പറയും. എന്നിട്ട് അവൾ വീണ്ടും തൻ്റെ കഥ അവരോടായി പറയാൻ തുടങ്ങും. അവരെല്ലാവരും പോയ ശേഷം ഞാൻ വീണ്ടും ആ കടലിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അവസാനം ഞാൻ ആ കോട്ടയുടെ എൻഡിലെത്തിയ ശേഷം ഇതിൻ്റെ എല്ലാം തുടക്കം ആ ലൈറ്റ് ഹൗസ് ആണെന്ന് എനിക്ക് മനസ്സിലാകും. അങ്ങനെ ഞാൻ കുറേ ദൂരം നടന്ന് ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് എത്തും. അതിൻ്റെ മുകളിൽ വലിയ പ്രകാശത്തോടു കൂടി എന്തോ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അവിടെ ഒരാൾ മരിച്ചിരിക്കുന്നത് കാണും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ക്യാമറയുടെ അടുത്തേക്ക് വന്ന അവൾ ആ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ ഇരുന്ന് സൂസൈഡ് ചെയ്തത് തൻ്റെ ഹസ്ബൻഡ് തന്നെ ആയിരുന്നു എന്ന്. എന്നാൽ ആ ക്യാമറ ഷൂട്ട് ചെയ്തത് തൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന്. ഏലിയൻ കോട്ടയുടെ ശക്തി കൊണ്ട് തന്നെ തൻ്റെ ഹസ്ബൻഡിനെ പോലെ മറ്റൊരാൾ ക്രിയേറ്റ് ആയിരിക്കുകയാണെന്നുള്ള പരമസത്യം അവൾ അവിടെ വെച്ച് മനസ്സിലാകും. പേടിച്ചു പോയ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തുരങ്കം കാണും. ആ തുരങ്കത്തിലൂടെ രക്ഷപ്പെടാമെന്നും കരുതി അവൾ ആ തുരങ്കത്തിലൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ തൻ്റെ കൂടെ എക്സ്പെഡീഷന് വന്നിരുന്നു ഡോക്ടർ വെറ്ററസ് ഇരിക്കുന്നത് കാണുന്നത്. അവൾ വെറ്ററസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വെറ്ററസ് അവളോട് പറയും, എൻ്റെ ശരീരമാകെ മാറിപ്പോയിരിക്കുന്നു, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന്. പെട്ടെന്ന് അവളുടെ വായിൽ നിന്ന് തീയൊക്കെ വന്ന് അവൾ മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ തുടങ്ങും. ആ രൂപം ഒരു റോബോട്ടിനെ പോലെ അവളെ പിന്തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നാൽ പുറത്തേക്ക് വരുന്ന ആ രൂപം ലെനയെ പോലെ നടക്കാനും ലെനയുടെ ബോഡി ലാംഗ്വേജിൽ പെരുമാറാനും തുടങ്ങും. അവിടെ ഉണ്ടായിരുന്ന ക്യാമറ എടുത്ത് അവൾ അതിൻ്റെ മുഖത്തടിക്കുമ്പോൾ അതും അവൾ ചെയ്തതുപോലെ അവളുടെ മുഖത്തടിച്ച് താഴേക്കിടും.
എന്നാൽ ഒടുവിൽ ലെന മനസ്സിലാക്കുകയാണ് ഇത് തൻ്റെ തന്നെ സ്വന്തം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന്. ലെന ബുദ്ധിപൂർവ്വം അവിടെ ഉണ്ടായിരുന്ന ഗ്രനേഡ് അതിൻ്റെ കയ്യിൽ കൊടുക്കും. അത് പൊട്ടിച്ചാകുമ്പോഴേക്കും ലെന അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടും. അത് മരിക്കുന്നതോടുകൂടി ഏലിയൻ്റെ പവറെല്ലാം പോയി ആ സ്ഥലം തീജോലയായി മാറി പഴയതുപോലെ ഭൂമിയാവുകയാണ്. അങ്ങനെയാണ് ലെന ആ കോട്ട തകർത്ത് തിരികെ വന്നത്. എന്നാൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം മാത്രം ലെന അവരോട് പറയില്ല. അവർ ലെനയെ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇത് തൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ അവൻ പെരുമാറുന്നതും അവൻ്റെ സ്വഭാവ രീതിയും തികച്ചും അവനെപ്പോലെ തന്നെയായിരുന്നു. പക്ഷേ ഏലിയൻ കോട്ടയ്ക്കുള്ളിൽ കയറി DNA ചേഞ്ച് വന്ന ലെനയും ആകെ മാറിയിരുന്നു. ഇപ്പോഴുള്ളത് പുതിയ മാറിയ ലെനയും കെയ്നുമാണ്. അങ്ങനെ പരസ്പരം അവർ ഹഗ് ചെയ്യുന്ന സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി എഴുതണം. അപ്പോൾ ഇതുപോലുള്ള ഏലിയൻ സിനിമയ്ക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കൂ.